ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇസ്റ്റും അതുപോലെ ഭൂരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും ഒരു 3 ഉരുളക്കിഴങ്ങും അതുപോലെ ചെറിയൊരു ഉള്ളിയും ചെറിയൊരു തക്കാളിയും ഒരു 4 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തേങ്ങ വേഗം കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വന്നപ്പോൾ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വെറുതെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചാൽ മതി. അതിലൊന്നും ചേർക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പുട്ട്, ഭൂരി അതിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷന്. പിന്നെ ലാസ്റ്റ് അത് കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മതി, അത് രണ്ടും. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറവിടും കൂടിയും ചെയ്തിക്കണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഇനിയിപ്പോൾ പൂരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ പ്രസ്സിലമർത്തിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമല്ലോ. ആദ്യം തന്നെ എല്ലാ ബോൾസും അങ്ങനെ ബോൾസാക്കിയിട്ട് വെക്കും. പിന്നെ അങ്ങനെ പ്രസ്സിലമർത്തിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ പൂരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കൾ സ്കൂൾക്കും ഇതന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പിന്നെ മോള് നീച്ചപ്പോൾ ഓൾക്കും കൂടിയും ചായ കൊടുത്തതാണ് കേട്ടോ. ഓള് പിന്നെ ഭൂരി ഇതുപോലെ തേന് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒറ്റക്കൊന്ന് കഴിച്ച് നോക്കും. ഫുള്ള് കഴിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കഴിക്കും. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും ഇവിടെ ഇതുപോലെ ഭൂരി തേൻ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മൊത്തത്തിൽ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാളിലുള്ള ഈ ഒരു പ്ലാന്റ്സും കാര്യങ്ങളും അതൊക്കെ ഒന്ന് വെള്ളം മാറ്റാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഫ്രഷ് ആക്കിയിട്ട് വെച്ചിക്കണേ. പിന്നെ ഫോയറിലുള്ള പ്ലാന്റ്സുകളുടെ ഇടയിലൊക്കെ ഇതുപോലെ ലീഫൊക്കെ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ ആയിമ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങനെ എടുത്തു കൊടുക്കും. ഇതിപ്പോൾ 2 ദിവസം വീട്ടിലില്ലാത്ത കാരണം വെള്ളത്തിൻ്റെ ചെറിയൊരിത് കാരണമാണ് കേട്ടോ അങ്ങനെ കുറച്ചധികം ലീഫ് ഉണങ്ങിയത്. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഈത്തപ്പഴച്ചാറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 20 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തിക്കണ്. ഒരു 8 പച്ചമുളകും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിക്കണ് കേട്ടോ. എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്തിട്ട് ആ എണ്ണയിൽ കടന്നിട്ട് ആ പച്ചമുളക് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു മുളക് പൊടിയും നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവർ ഈത്തപ്പഴവും പച്ചമുളകും അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഏകദേശം വെന്ത് വന്നിക്കണേ. ഇനിയിപ്പോൾ അവർ കയ്യിൽ വെച്ചിട്ട് നല്ലോണം അതൊന്ന് ഉടച്ചും കൂടി കൊടുക്കാം.
ഇപ്പോൾ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് സുർക്ക ഒഴിച്ചെടുത്തുക്കണേ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തുക്കണേ. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തുക്കണം കേട്ടോ. അതും മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഈത്തപ്പഴച്ചാറ് റെഡി ആയിക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പരന്ന പാത്രത്തിൽ അങ്ങനെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ നമുക്ക് ആക്കി വെക്കാം. അപ്പോൾ ബിരിയാണിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ നമ്മളെ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ കറിയാണ്. പിന്നെ അതാ ഞാൻ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഞാൻ കറി വേറൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ മൂടി വെച്ച് കൊടുക്കുകയാണ്. കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയിലിരുന്നോളുമല്ലോ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഡിഷ് വാഷറിൽ കുറച്ച് പാത്രങ്ങൾ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.